എന്തൊക്കെയാണോ വിശേഷം? ഇതാണ് കണ്ടില്ലേ, ചുമ, അലർജി, കഫാണ്. ഈ റെസ്പിറേറ്ററി അലർജി ഈയിടത്ത് പ്രബലമാണല്ലോ, എല്ലാ ഏജ് ഗ്രൂപ്പിനും ഉണ്ടത്. കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞ് തുമ്മലോട് കൂടി തുടങ്ങുന്നു, ചെറിയ പ്രായത്തിൽ തുടങ്ങുന്നു, പിന്നെ അത് ചുമയായി മാറുന്നു, പിന്നെ അത് ശ്വാസം മുട്ടായി മാറുന്നു, വലിവ് അതിലേക്ക് പോവുക ചെയ്യുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആ അലർജിക് റൈനൈറ്റിസിൻ്റെ ടൈമിൽ തന്നെ, അതായത് തുമ്മലൊക്കെ തുടങ്ങി, രാവിലെ എണീറ്റുമ്പോൾ തുടർച്ചയായിട്ട് തുമ്മും, ഈ ഒരു സമയത്ത് തന്നെ ഒന്ന് മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോലെ വരും. ഈ ടൈമിൽ തന്നെ നമ്മൾ ചികിത്സ ഇറങ്ങിയാൽ ശരിക്കും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന അവസ്ഥയാണ് അലർജി. ഇതിൻ്റെ ഒരു ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറ്റാണ് കേട്ടോ, ഭക്ഷണ രീതി. അതുപോലെ ഭക്ഷണ രീതി മാറ്റുകയും കൃത്യമായ ആയുർവേദ ചികിത്സ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അലർജിക് റൈനൈറ്റിസത്തിൽ വെച്ച് തന്നെ നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും. ഇനി അതല്ല, ചുമയായി, ശ്വാസം മുട്ടായി, പേടിക്കണ്ട, എന്നാലും നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഇടയ്ക്കിടയ്ക്ക് പോയി ആൻറ്റിബയോട്ടിക്സ് കഴിക്കുക, സ്റ്റിറോയിഡ്സ് കഴിക്കുക, ഇൻഹേലർ ഉപയോഗിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അതിൽ നമുക്ക് കുട്ടികളെ കുറച്ചു കൊണ്ടുവന്ന് നിർത്താൻ പറ്റും ആയുർവേദ ചികിത്സയുടെ. വേദഗ്രാമിൽ ഇതിനൊരു പ്രത്യേക OP വിങ് ഉണ്ട്, ആയുർവേദ ചികിത്സയുമുണ്ട്. വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അധികം ലേറ്റ് ആവുന്നതിന് മുമ്പ് ചികിത്സ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ.